Hi dear students, welcome to A Plus Physics. Physicsine മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 12ാം ക്ലാസ്സിലെ +2ലെ ഫിസിക്സിൻ്റെ അതായത് വേവ് ഒപ്റ്റിക്സിൽ വരുന്ന ഫോക്കസ് ഏരിയയിലുള്ള വേവ് ഒപ്റ്റിക്സിൽ വരുന്ന പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി 2 പാർട്ട് കഴിഞ്ഞതാണ്. അതായത് വാട്ട് ഈസ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ബൈ വേവ് തിയറി എന്നുള്ള 2 ടോപ്പിക് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും അത് കാണുക. അതിനുശേഷം മാത്രം ഈ 3ാമത്തെ പാർട്ട് കാണുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് പോളറൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരു ലോയും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ വേവ് ഒപ്റ്റിക്സ് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്ത് ലൈറ്റ് എന്ന് പറയുന്നതിന് ഇറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതിന് ഇലക്ട്രിക് കോമ്പോണൻറ്റും ഉണ്ടാവും, മാഗ്നറ്റിക് കോമ്പോണൻറ്റും ഉണ്ടാവും. ഈ ഇലക്ട്രിക് കോമ്പോണൻറ്റും മാഗ്നറ്റിക് കോമ്പോണൻറ്റും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഒരു രീതിയിൽ ഉള്ള വൈബ്രേഷൻ മാത്രമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പോളറൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രിക്ട്ലി കൺട്രോളിങ് വൈബ്രേഷൻ ഇൻ വൺ ഡയമെൻഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയാം വൺ ഓറിയൻറ്റേഷൻ, ഒരൊറ്റ ഓറിയൻറ്റേഷനിലേക്ക് മാത്രമായിട്ട് നമ്മുടെ വൈബ്രേഷനെ മാറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട കുറച്ച് സംഗതികളുണ്ട്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമുക്ക് വേവ് നേച്ചറിൽ റെപ്രസെൻ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അതിൻ്റെ വൈബ്രേഷനുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഒരു ഇലക്ട്രോണിക് കോമ്പോണൻറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് കോമ്പോണൻ്റ് ഉണ്ടാവും പെർപെൻഡിക്കുലർ ടു ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒരു ലൈറ്റിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വേവ് നേച്ചർ ആയിട്ടാണ് കാണിക്കാറുള്ളത്, വേവ് ഇൻ നേച്ചർ ആയിട്ടാണ് കാണിക്കുക. ഇവിടെ നമ്മൾ പോളറൈസേഷൻ്റെ സമയത്ത് അതിനെ നമ്മൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ പറയും ഒരു അൺപോളറൈസ്ഡ് വേവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലൈറ്റ് കാണിക്കുന്നത്. ആ അത്തരത്തിലുള്ള എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേഷൻ പോസിബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ളതിനെ നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടുള്ള ലൈറ്റ് അൺപോളറൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം? അതിനെ നമുക്കിതാ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് വൈബ്രേഷൻസ് ഇൻ ഓൾ ദ ഡയറക്ഷൻ. ഇങ്ങനെയാണ് നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതെങ്കിലും രണ്ട് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ മാത്രം എടുക്കും. അപ്പം ഒന്ന് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും, അതായത് നമ്മൾ പറയാറുണ്ട് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഒന്നും, അതായത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതൊന്നും നേരെ മുകളിലും താഴോട്ടും ഇങ്ങനെയും വൈബ്രേറ്റ് ചെയ്യുന്നത്. രണ്ടെണ്ണത്തെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ലൈറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്ന് പറയുന്നത്. ഇനി ഈ അൺപോളറൈസ്, ഇതാണ് നമ്മൾ പോളറൈസ് ചെയ്യാത്ത ഒന്നും ചെയ്യാത്ത ലൈറ്റ്. അതിനെ പറയുന്ന പേരാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇത്തരത്തിൽ ഒന്നും ചെയ്യാത്ത ലൈറ്റ്, അൺപോളറൈസ്ഡ് ലൈറ്റിന് ഇനി പോളറൈസ് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോൾ പോളറൈസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം എന്താണ് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഗ്രാഫിക്കലി നമുക്കിതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം അങ്ങനെ പറയാം. അപ്പം അതിൽ നമുക്ക് ആദ്യം വരുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ് എടുക്കുന്നു. അപ്പം അൺപോളറൈസ്ഡ് ലൈറ്റാണ് ഈ കാണുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഈ അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ, അതായത് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളറൈസേഷൻ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്രിസ്റ്റൽ ഉപയോഗിച്ച്, അതായത് ടൂർമലൈൻ ക്രിസ്റ്റൽ പോലെയുള്ള ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചിട്ടുള്ള പോളറൈസേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളതും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യും ഒരു 3-4 അൺപോളറൈസ്ഡ് ലൈറ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അൺപോളറൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വൈബ്രേഷൻ ഇൻ ഓൾ ദ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലേക്കും വൈബ്രേറ്റ് ചെയ്യുന്ന കോമ്പോണൻ്റ് ഉള്ള ലൈറ്റ്
ലൈറ്റാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ലൈറ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ, അതായത് ഒരു മോളിക്യൂൾ വിച്ച് ഈസ് മെയ്ഡ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് one is there will be a this is a crystal which is made by tourmaline, okay, and this crystal, ഈ ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത എന്താ, ഇതിനൊരു പാസ് ആക്സിസ് ഉണ്ട്, അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയും. അതായത് ലൈറ്റ് അതിലൂടെ മാത്രമേ കടത്തി വിടുകയുള്ളൂ. സപ്പോസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ആക്സിസ് ഇസ് ദിസ് വൺ, ഒപ്റ്റിക്കൽ ആക്സിസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് പാസ് ആക്സിസ്. ഒപ്റ്റിക്കൽ ആക്സിസ് അല്ലെങ്കിൽ പാസ് ആക്സിസ് ഉണ്ട്. ഈ പാസ് ആക്സിസ് എന്താ സംഭവിക്കുക, അല്ലെ പാസ് ആക്സിസിൽ എന്താണ് സംഭവിക്കുക നോക്കാം. ഈ ക്രിസ്റ്റൽ നമ്മൾ ഈ ലൈറ്റിൻ്റെ, അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അൺപോളറൈസ്ഡ് ലൈറ്റിലെ ഏതാണോ ഇതിന് പാരലൽ ആയിട്ടുള്ളത് അതിനെ മാത്രം കടത്തിവിടും, അല്ലെങ്കിൽ പാസ് ആക്സിസിൻ്റെ അതേ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിനെ മാത്രം കടത്തിവിടുകയും ബാക്കിയുള്ളവയെല്ലാം ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇവിടെ നോക്കുകയാണെങ്കിൽ അപ്പ് ഡൗൺ ഒരു വൈബ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻ പെർപെൻഡിക്കുലറായിട്ടും വൈബ്രേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് മുകളിലേക്കും താഴോട്ടുമുള്ള വൈബ്രേഷൻ മാത്രം കടന്നു പോകുന്നതായിട്ട് കാണാം. കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് പോളറൈസർ. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. യു വിൽ ഗെറ്റ് എ പോളറൈസ്ഡ് ലൈറ്റ് ലൈക്ക് ദിസ്. ദിസ് ഇസ് പോളറൈസ്ഡ് ലൈറ്റ്. ഇനി ഇത് പോളറൈസ്ഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നുകൂടി ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിന് ഈ ടൂർമലൈൻ ക്രിസ്റ്റലിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പോളറൈസർ, അല്ലെങ്കിൽ നമ്മൾ പറയും പോളറോയിഡ് അല്ലെങ്കിൽ പോളറൈസർ എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? ഈ ക്രിസ്റ്റൽ തന്നെയാണ്. അപ്പോൾ ഇതെന്തായി? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ് ഉള്ളതിനെ ഒരൊറ്റ മോഡിലേക്ക്, സിംഗിൾ മോഡ് ഓഫ് വൈബ്രേഷനിലേക്ക് മാറ്റും. ആര്? ഈ ക്രിസ്റ്റൽ. ഹൗ? ബൈ യൂസിങ് ഇറ്റ്സ് പാസ് ആക്സിസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്സിസ്. ഇനി ഇത് നമ്മളുടെ എന്താ പറയുക, പോളറൈസ്ഡ് ലൈറ്റ് ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യും. വി വിൽ ഇൻട്രൊഡ്യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് വൺ മോർ ടൂർമലൈൻ ക്രിസ്റ്റൽ, ദാറ്റ് ഈസ് കോൾഡ് അനലൈസർ. അപ്പം അടുത്തത് ഇതേപോലെ തന്നെ ഒരു ക്രിസ്റ്റലും കൂടെ നമ്മൾ ഉപയോഗിക്കും. ഈ ക്രിസ്റ്റലിനും അതേ രീതിയിലുള്ള പാസ് ആക്സിസ് ഉണ്ടാകും. എന്തിനാണ് ഈ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നത്? ദിസ് ഈസ് കോൾഡ് അനലൈസർ. ഇത് ഒരു അനലൈസർ ആണ്. ഈ അനലൈസർ എന്തിനാ നമ്മൾ ഉപയോഗിക്കുക? that will analyze whether it is perfectly polarized or not. യഥാർത്ഥമായിട്ട് പോളറൈസേഷൻ നടന്നിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അടുത്ത ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനലൈസർ. അപ്പോൾ ഇതാണ് നമ്മുടെ അനലൈസർ. അപ്പോൾ ഈ അനലൈസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് വിൽ അനലൈസ് whether it is polarized or not. അങ്ങനെ നമുക്ക് പോളറൈസ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി അതിൻ്റെ കണ്ടീഷൻസ് എന്താ? ഇത് നമ്മൾ നേരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ട് കാണാം. കാരണം എന്താ? ഇതിൽ വരുന്നത് ഒരൊറ്റ വൈബ്രേഷൻ മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വൈബ്രേറ്റിംഗ് മോഡിനെ ഇതും കടത്തിവിടുന്നു, അനലൈസറും കടത്തിവിടുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെർഫെക്റ്റ്ലി വൈബ്രേറ്റ് മീൻസ് എന്താണ്? പോളറൈസ്ഡ് ലൈറ്റിന് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇനി ഇതെങ്ങനെയാണ് അനലൈസറായിട്ട് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇതിന് നമ്മളൊരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബ്ലോക്ക് ദിസ് വൺ. ഈ നമ്മുടെ പോളറൈസറിൽ നിന്നും വരുന്നതിനെ ഈ അനലൈസർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല? ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് ഇപ്പുറത്തേക്ക് എത്തൂല. ഇൻറ്റൻസിറ്റി ആയിട്ടാണല്ലോ നമ്മൾ ലൈറ്റിനെ കാണുന്നത്. അപ്പോൾ ലൈറ്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റൂല. വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇൻവേർട്ടഡ് ആവുന്നു, അപ്പോൾ വീണ്ടും ലൈറ്റ് പോകുന്നു. വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ദെൻ ദർ ഇസ് നോ ഇൻറ്റൻസിറ്റി, അഗെയിൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി എന്താ പറയുക, ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് ഇവിടെ കിട്ടും. ഇൻറ്റൻസിറ്റി കൂടുന്നു, ഇൻറ്റൻസിറ്റി 0, ദെൻ ഇൻറ്റൻസിറ്റി കൂടുന്നു, ദെൻ ഇൻറ്റൻസിറ്റി 0. ഇത്തരത്തിലാണെങ്കിൽ നമുക്ക് പറയാം ഈ പോളറൈസർ എക്സാക്റ്റ് ആയിട്ട് പോളറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് കിട്ടുന്ന എപ്പോഴും ഇൻറ്റൻസിറ്റി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, എപ്പോഴും ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു എന്ന് വിചാരിക്കുക. അതിനർത്ഥം എന്താണ്?
ഇതിൽ നിന്നും ഇങ്ങോട്ട് വന്നതിൽ ഒന്നോ രണ്ടോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷനും കൂടെ ഉണ്ട്. അതാണ് ഏത് ഇത് തിരിക്കുമ്പോഴും ഇതിലൂടെ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥ പോളറൈസേഷൻ നടക്കുന്നില്ല. അപ്പം ഇത്തരത്തിൽ പോളറൈസേഷൻ പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റലാണ് അഗെയിൻ ടൂർമലൈൻ ക്രിസ്റ്റൽ, ദാറ്റ് ഈസ് കോൾഡ് അനലൈസർ. ഇതിനെ പറയുന്ന പേരാണ് അനലൈസർ എന്ന് പറയുന്നത്. അപ്പം അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് ആക്കുന്നു, ആ പോളറൈസ്ഡ് ലൈറ്റിനെ ചെക്ക് ചെയ്ത് പെർഫെക്റ്റ് പോളറൈസ്ഡ് ലൈറ്റിലേക്ക് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നു ബൈ യൂസിങ് ഫസ്റ്റ് പോളറോയിഡ്, ദാറ്റ് ഇസ് ടൂർമലൈൻ ക്രിസ്റ്റൽ, ആൻഡ് സെക്കൻഡ് വൺ അനലൈസർ, ദാറ്റ് ഓൾസോ ടൂർമലൈൻ ക്രിസ്റ്റൽ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. യെസ്. ഇനി നമുക്ക് പറയാനുള്ളത് വളരെ ഫേമസ് ആയിട്ട് ഒരു എക്സാമിന് പോലും ഈ ഒരു ചോദ്യം, ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം ചോദിക്കാതിരുന്നിട്ടില്ല. ഒന്ന് നിങ്ങൾക്കിത് വരയ്ക്കാൻ അറിയണം, രണ്ടാമത്തത് ലോ ഓർ റൂൾ കോൾഡ് മാലസ് ലോ. എന്താണ് മാലസ് ലോ? എന്താണ് മാലസ് ലോ? മാലസ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് ദ ഇൻറ്റൻസിറ്റി. ഏതിൻ്റെ ഇൻറ്റൻസിറ്റി? നമുക്ക് കിട്ടുന്ന, പുറത്തേക്ക് കിട്ടുന്ന ഈ ഇൻറ്റൻസിറ്റി എത്രയാണ് എന്നുള്ളതാണ്. So according to Malus law, the intensity of the light which come out from the analyzer is directly proportional to square of the angle between analyzer and polaroid, അല്ലെങ്കിൽ polarizer. എന്ന് പറഞ്ഞാൽ എന്താണ്? The intensity of light which is coming out from the analyzer, അനലൈസറിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നേരനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആംഗിൾ, ദാറ്റ് മീൻസ് cos of that angle between ടൂർമലൈൻ ക്രിസ്റ്റൽ, ദാറ്റ് മീൻസ് പോളറൈസർ ആൻഡ് അനലൈസർ. കോസ് സ്ക്വയറിൻ്റെ ആംഗിൾ ആണ്. എത്രയാണ് ആ ആംഗിൾ? ഏതാണ്? ദ ആംഗിൾ ബിറ്റ്വീൻ അനലൈസർ ആൻഡ് പോളറൈസർ. അനലൈസറും പോളറൈസറും തമ്മിലുള്ള ആംഗിൾ, അതിൻ്റെ സ്ക്വയറിൻ്റെ കോസിൻ്റെ സ്ക്വയറിൻ്റെ ആ ആംഗിളിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I is directly proportional to cos square theta, where theta is the angle between analyzer and polarizer. I think it's clear. അപ്പോൾ ഇതാണ് നമ്മുടെ മാലസ് ലോ. ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. സോ ദിസ് ഇസ് എ പ്രൊപ്പോർഷണൽ, കൺവേർട്ട് ഇൻ ടു എൻ ഇക്വേഷൻ. I is equal to Im into cos square theta. What is this Im? The intensity of light which is coming to the analyzer. IA എന്നോ IM എന്നോ എന്തു നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ യു ഷുഡ് നോ വാട്ട് ഇസ് ദിസ് I. ഈ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വിച്ച് ഇസ് കമ്മിങ് ടു ദ അനലൈസർ. അനലൈസറിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് IM എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി മാലസ് ലോ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് മാലസ് ലോ? ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് വിച്ച് ഇസ് കമ്മിങ് ഔട്ട് ഫ്രം ദ അനലൈസർ ഇസ് ദ സ്ക്വയർ ഓഫ് കോസ് ഓഫ് theta angle, that is angle between analyzer and polarizer. I think it's clear. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പോളറൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമിന് ഇത് വെച്ചിട്ടുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പം അതിന് IM അവർ തരും. ദെൻ യു വാണ്ടഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് I ഫ്രം ദിസ് വൺ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ആംഗിളും നമുക്ക് മെഷർ ചെയ്താൽ അത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ IM ചില സമയത്ത് IM ആയിരിക്കില്ല തരിക. ദിസ് ഇസ് IM, the intensity of light which is falling to the crystalline, that is analyzer. പക്ഷേ IM ന് പകരം അവർ IO തരും, that is the intensity which fall on the polarizer. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെടുക്കും? half of this analyzer you will get that. ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ IO ആണെങ്കിൽ I0 ഡിവൈഡഡ് ബൈ 2, അതാണ് IM എന്ന് പറയുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, യു വിൽ ഗെറ്റ് ദ ആൻസർ. ദിസ് ഇസ് വാട്ട് പോളറൈസേഷൻ. ഇതാണ് നമ്മുടെ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങളാണ് ഈ പോളറൈസേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പം നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.